ഞാൻ ഈ APKS ഓർഗാനിക്സ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിരുന്നു. വാഴ കൃഷിക്ക് ഏത് ഉൽപ്പന്നമാണ് അനുയോജ്യമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ എനിക്ക് അഭിമാൻ എന്ന ഉൽപ്പന്നം ശുപാർശ ചെയ്തു. അത് ഉപയോഗിച്ചതിനു ശേഷം വേരുകളുടെ വളർച്ച വളരെ നന്നായി തുടങ്ങി. വേരുകൾ നന്നായി വളർന്നു, മരത്തിന്റെ അടിഭാഗം നന്നായി വികസിച്ചു തുടങ്ങി. ഈ വളർച്ച കാരണം മരത്തിന്റെ വളർച്ചാ ശക്തി വളരെ മികച്ചതായിരുന്നു. മരത്തിന്റെ വീര്യവും മികച്ചതായിരുന്നു. ഇത് തുടർന്നും ഉപയോഗിച്ചതിനു ശേഷം ഇപ്പോൾ പൂവ് വന്നു. ഇത് ടാർ ചെയ്തിട്ടുണ്ട്. ടാർ ചെയ്ത ശേഷം FL77 എന്ന ഒരു ജൈവ ഉൽപ്പന്നം അവർ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഈ ജൈവ ഉൽപ്പന്നം ഉപയോഗിക്കുന്നതിലൂടെ പൂക്കളിൽ പരാഗണം വർദ്ധിക്കുമെന്നും പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞുപോകില്ലെന്നും പഴങ്ങളായി മാറുകയും നന്നായി വളരുകയും ചെയ്യുമെന്ന് അവർ പറഞ്ഞു. അടുത്തതായി ഇത് ഉപയോഗിക്കാൻ ഞാൻ പദ്ധതിയിടുന്നു. എന്റെ പേര് സതീഷ് കുമാർ. ഞാൻ ട്രിച്ചി ജില്ലയിലാണ് കൃഷി ചെയ്യുന്നത്. ഞങ്ങളുടെ മുത്തച്ഛൻ വളരെക്കാലമായി ചെയ്തുകൊണ്ടിരുന്ന കൃഷി തുടരുന്നു. ഞങ്ങളുടെ അച്ഛനും ഇത് ആരംഭിച്ചു. അദ്ദേഹത്തിന് ശേഷം ഞാനിപ്പോൾ കൃഷി ചെയ്യുന്നു. 1 ഏക്കർ സ്ഥലത്ത് ഞാൻ വാഴ കൃഷി ചെയ്തിട്ടുണ്ട്. ഈ വാഴത്തൈകൾ ചെറുതായിരുന്നപ്പോൾ ഞാൻ ഫാക്ടം ഫോസ് കോംപ്ലക്സ് പോലുള്ള വളങ്ങൾ മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. വളങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലയളവിൽ വിളയുടെ വളർച്ചയിൽ കാര്യമായ പുരോഗതിയുണ്ടായില്ല. തൈകളുടെ വളർച്ചയും അല്പം കുറവായിരുന്നു. അതിനുശേഷം ഒരു സുഹൃത്തു വഴിയാണ് ഞാൻ APKS ഓർഗാനിക്സ് ഉൽപ്പന്നങ്ങളെക്കുറിച്ച് അറിഞ്ഞത്. ഞാൻ ഈ APKS ഓർഗാനിക്സ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. വാഴകൃഷിക്ക് ഏത് ഉൽപ്പന്നമാണ് അനുയോജ്യമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ അഭിമാൻ എന്ന ഉൽപ്പന്നം ശുപാർശ ചെയ്തു. അഭിമാൻ എന്ന ഉൽപ്പന്നം ശുപാർശ ചെയ്ത ശേഷം ഞാൻ അത് ഉപയോഗിച്ചു. അതിനുശേഷം വേരിന്റെ വളർച്ച വളരെ നന്നായി തുടങ്ങി. വേരുകൾ നന്നായി വളർന്നു, മരത്തിന്റെ അടിഭാഗം നന്നായി വളരാൻ തുടങ്ങി. ഈ വളർച്ച കാരണം മരത്തിന്റെ വളർച്ചാ ശക്തി വളരെ മികച്ചതായിരുന്നു. മരത്തിന്റെ വീര്യവും മികച്ചതായിരുന്നു. വിളയുടെ വളർച്ചയിൽ നല്ല പുരോഗതി ഉണ്ടായി. ഇത് തുടർന്നും ഉപയോഗിച്ചതിനു ശേഷം പൂവ് വന്നു ചെയ്തു. അതിനുശേഷം അവർ FL77 എന്ന ജൈവ ഉൽപ്പന്നം ശുപാർശ ചെയ്തു. ഈ ജൈവ ഉൽപ്പന്നം ഉപയോഗിക്കുന്നതിലൂടെ പൂക്കളിൽ പരാഗണം വർദ്ധിക്കുമെന്നും പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകില്ലെന്നും പഴങ്ങളായി മാറുമെന്നും നന്നായി വളരുമെന്നും അവർ പറഞ്ഞു. അടുത്തതായി ഇത് ഉപയോഗിക്കാൻ ഞാൻ പദ്ധതിയിടുന്നു. അഭിമാൻ ഉൽപ്പന്നം എങ്ങനെ ഉപയോഗിച്ചു എന്നതിന്റെ അർത്ഥം, ഞാൻ 1 ലിറ്റർ മരുന്ന് 9 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഓരോ വാഴയുടെയും ചുവട്ടിൽ ഒഴിച്ചു. ഇതുമൂലം വേരുകൾ വളരെ നന്നായി ആഴത്തിൽ പടരാൻ തുടങ്ങി. അതിനാൽ മരത്തിന്റെ വീര്യം വളരെ നന്നായി കാണാൻ കഴിഞ്ഞു. ഇതിനുശേഷം ഞാൻ ഇതിനകം FL77 ഉപയോഗിച്ചിരുന്നു. ഞാൻ ഈ FL77 ഉപയോഗിച്ചപ്പോൾ പൂക്കളും പഴങ്ങളും വളരെ നന്നായി കാണപ്പെട്ടു. അതിനാൽ പൂക്കൾ വന്നതിനുശേഷം വീണ്ടും FL77 ഉപയോഗിക്കാമെന്ന് അവർ നിർദ്ദേശിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ FL77 വീണ്ടും ഉപയോഗിക്കാൻ ഞാൻ പദ്ധതിയിടുന്നു. ഈ APKS ഓർഗാനിക്സ് ഉൽപ്പന്നങ്ങൾ ശരിക്കും നല്ലതാണ്. മണ്ണിന്റെ ഫലഭൂയിഷ്ഠത മാറിയിട്ടില്ല. ഇതിൽ മണ്ണിരകളുടെ എണ്ണവും കൂടുതലാണ്. കൂടുതൽ മണ്ണിരകളുടെ സാന്നിധ്യം കൃഷിക്ക് ഒരു നല്ല സൂചനയാണ്. ഈ പ്രകൃതിദത്ത ജൈവ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ വിളയുടെ വളർച്ചയിൽ നല്ല പുരോഗതി കാണാൻ കഴിയും. മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയും സംരക്ഷിക്കപ്പെടുന്നു. അടുത്ത തലമുറയ്ക്ക് നമ്മൾ പകർന്നു നൽകുന്ന കൃഷി നന്നായി തുടരണമെങ്കിൽ പ്രകൃതിദത്ത രീതികളിലേക്ക് മാറേണ്ടത് അത്യാവശ്യമാണ്. ഈ APKS ഓർഗാനിക്സ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ എല്ലാവർക്കും പ്രയോജനം ലഭിക്കും. ഈ APKS ഓർഗാനിക്സ് ഉൽപ്പന്നങ്ങൾ വളരെ നല്ലതാണ്.